ഹായ് ഗായ്സ്, എല്ലാവർക്കും വണക്കം. ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അറിയുന്നൊരു കാര്യങ്ങളാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കുന്നത്. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് അല്ലേ? എത്രയെത്ര ചെറുപ്പക്കാരാണ് തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. കാരണം ഒരുപാട് പഠിച്ച് ഇനി അങ്ങോട്ട് പഠിക്കാനില്ലാത്തൊരവസ്ഥയിൽ എല്ലാം നിർത്തി ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് എത്ര പേരാണ് ഈ ഒരു ബുദ്ധിമുട്ടോടെ നിൽക്കുന്നത്? എന്തേ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന്? ഒരുപാട് പേര് പഠിച്ച് ഇന്നും പാര നടക്കുക. ഒരു രക്ഷയില്ല. കാരണം പഠിച്ചു കഴിഞ്ഞു, സംസ്ഥാനത്ത് ജോലിയില്ല. എന്താ കാരണം? നമ്മുടെ സംസ്ഥാനത്ത് ഒരു വികസനം, ഒരു ഫാക്ടറിയോ മറ്റുള്ള എന്തെങ്കിലും ഒരു സംരംഭം ഈ കേരളത്തിലുണ്ടോ? ഇപ്പോൾ കൃഷിയാണെങ്കിൽ കൃഷിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? കൃഷി ചെയ്യാൻ ധൈര്യം സർക്കാർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ? മറ്റേ തൈയായിട്ടും മറ്റേ ചെടികളായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതല്ല, ഒരു കൃഷിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യാൻ സർക്കാർ എല്ലാ സംഭവങ്ങളും കൊടുക്കണം. സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ സർക്കാർ കുറച്ച് ആളുകളെ എടുത്തിട്ട് സർക്കാർ ഭൂമി പാട്ടത്തിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മേടിച്ചിട്ടോ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിട്ട് പാട്ടത്തിനെടുത്തിട്ടോ അവിടെ കൃഷി ചെയ്യാൻ ഓരോ ആളുകളെയും നിയമിക്കണം. എന്നാൽ ഒരുപാട് പേർക്ക് അവിടെ ഒരു ജോലിയായി. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു സംരംഭമില്ല, ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ ഇന്ന് ഈ കേരളത്തിൽ ചെയ്യാനുള്ള ഒരു അനുമതിയില്ല. ഇവിടുന്ന് പഠിച്ചു പോണ യുവാക്കളും യുവതികളും വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അയൽ സംസ്ഥാനത്ത് ഇവിടേക്കാണ് അഭയം പ്രാപിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ആയിക്കൂടാ? എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആയിപ്പോയി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പോരാ ആളുകളാണ് പഠിച്ച് വിദ്യാഭ്യാസം കൊണ്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം കൊണ്ട് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ചെറിയ നാടൻ പണിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസപരമായി പഠിച്ച് മുന്നേറി ബികോം മറ്റെന്ത് സംഭവം ചെയ്തിട്ടും ഡിഗ്രി ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ടും എത്ര സംഭവം ചെയ്തിട്ടും ഇന്നും സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ ജോലിയില്ല, കിട്ടുന്ന ജോലിക്ക് പോകുന്നു, അല്ലാതെ പട്ടിണി എടുക്കാൻ പറ്റുന്നില്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ ഇത് എന്താണെങ്കിലും സർക്കാർ ഇത് ഒരു ഒരു കാര്യമായിട്ട് ഗൗനിച്ചേ പറ്റൂ. കാരണം ഒരുപാട് യുവാക്കളാണ് ഇവിടെ ജോലിയില്ലാതെ നടക്കുന്നത്. ഇപ്പോൾ PSC ആണെങ്കിലും സംവരണം നോക്കിയിട്ടാണ് വിളിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും എത്രയോ ആളുകൾ ജോലിയില്ലായ്മ ഉണ്ടെന്ന്, അല്ലെങ്കിൽ സർക്കാർ അതിനുള്ളൊരു പ്രതിവിധി കാണണം. വല്ലാത്തൊരു കഷ്ടമാണ് ഇങ്ങനെ പഠിച്ചിറങ്ങി ജോലിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേ. പിന്നെ കിട്ടിയ ജോലിക്ക് പ്രൈവറ്റായാലും പ്രൈവറ്റ്, വിദേശമായാലും വിദേശം, കിട്ടിയ ജോലിക്ക് പഠിച്ചത് കൊണ്ടൊരു ഉപകാരം ഇല്ലാതെ കിട്ടിയ ജോലിക്ക് കയറുക. വെറുതെ ഇവിടെ 10ാം ക്ലാസ് മറ്റേ എല്ലാ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്ത് നേടാനാണ് ഇവിടെ? ഒന്നും നേടാനില്ല. വെറുതെ ഡിഗ്രി എന്ന ലേബിൾ നേടാം, വേറൊന്നുമില്ല. ആ ഡിഗ്രി ഉണ്ടെങ്കിൽ വിദേശത്ത് പോയാൽ അതിനുള്ള പവർഫുള്ളായ ജോലി അവിടെ ഉണ്ടാവും. അവിടെ ഫാക്ടറികളും മറ്റുള്ള സംരംഭങ്ങൾ നിറഞ്ഞ് തുളുമ്പിരിക്കണം, നിറഞ്ഞ് കവിഞ്ഞിരിക്കണം അവിടെ. അപ്പോൾ എത്ര ആൾ ചെന്നാലും അവിടെ ജോലി സാധ്യത കൂടുതലാണ്. ഇപ്പോഴും ഓരോ പരസ്യങ്ങളൊക്കെ കാണാം, വിദേശത്ത് ജോലി അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ, ഇതിൽ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ എത്ര പോരെ കുറവാണ്. ഇതെന്താണ് ഈ അധികാരികൾ ഇവിടെ അനുമതി കൊടുക്കാത്തത്? എന്ത് ഫാക്ടറിയാണ് എന്താണെങ്കിലും കേരളത്തിൽ തീരില്ല. ഉള്ള സംരംഭങ്ങൾ പൂട്ടിയ ചരിത്രമേ കേരളത്തിനുള്ളൂ. അല്ലാതൊരു സംരംഭം കൊണ്ടുവന്ന ചരിത്രം കേരളത്തിനില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ നിങ്ങളോട് പറയുന്നത്, വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ, അതായത് എന്ത് ഡിഗ്രി എന്തും പാസ്സായവരെ, നിങ്ങൾ കേരളം കണ്ട് ജോലിക്ക് ഒരിക്കലും നിൽക്കണ്ട. പഠിച്ച് ഡിഗ്രി അതിൻ്റെ അപ്പുറത്തുള്ള എടുത്തോളൂ. എന്നിട്ട് അടുത്ത അയൽരാജ്യങ്ങളോ നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്ന എവിടെയാണോ നിങ്ങൾക്ക് സേഫ്റ്റി തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാം. അല്ലാതെ ഇവിടെ ഡിഗ്രിയും കാര്യങ്ങളും എടുത്ത് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. അപ്പോൾ അടുത്ത രാജ്യത്ത് പോയിട്ടോ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുക, എന്നാലേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. ഇവിടെ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ രക്ഷയില്ല.
അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് മറ്റുള്ള സംസ്ഥാനത്തോ മറ്റു രാജ്യങ്ങളിലോ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വഴി പിടിച്ച് കയറാൻ നോക്കുക. ഓക്കെ, അപ്പം പഠിച്ച ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ എന്താ പറയുക, എവിടെയാണ് കിട്ടുന്ന ജോലി അതിന് മുന്നേറാൻ നോക്കുക. കേരള സംസ്ഥാനം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല. പഠിക്കണം, പഠിച്ചാൽ നമുക്ക് നമ്മുടെ അറിവിന് പഠിച്ചേ പറ്റൂ. പഠിക്കാതിരിക്കരുത്, പഠിക്കണം. പിന്നെ കേരളത്തിൽ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക, ഇല്ലെങ്കിൽ വിദേശത്തോ അന്യ സംസ്ഥാനത്തോ നോക്കുക. അപ്പം പഠിച്ച ഉദ്യോഗാർത്ഥികളെല്ലാവരും നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തെ പറയുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനിയും പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിക്കട്ടെ. ഇനി കേരളത്തിന് ഇവിടുന്ന് അങ്ങോട്ട്, ഇനി മുതൽ കേരളത്തിൽ അങ്ങോട്ട് എല്ലാ ജോലിക്കും സാധ്യതകൾ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് സംരംഭങ്ങൾ വരട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികളോ ആരാണ്, എന്ത് ഡിഗ്രി എന്തെടുത്തവരാണെങ്കിലും കേരളത്തിൽ ജോലി ചെയ്യാനുള്ള സാധ്യത സർക്കാർ ഇനി സംരംഭങ്ങൾ കേരളത്തിൽ കൊണ്ടുവരട്ടെ. എന്നാൽ ഇവിടുത്തെ വിദ്യാർത്ഥിനികളോ മറ്റവരോ പുറത്ത് പോയി ഗതികെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പോൾ അധികാരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ സംരംഭങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടും. അന്യ സംസ്ഥാനങ്ങളോ അന്യ രാജ്യത്തോ പോയി കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പം ഓക്കെ.